ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഡാർവിൻ കുര്യാക്കോസ് ഒരു വിചിത്രമായ പേരാണ്. പെട്ടെന്ന് എന്താ പറയുക, ഡാർവിനും കുര്യാക്കോസ് ഒത്തുചേർന്ന് പോരാത്തൊരു പേര് എന്തോ. എനിവേ, ഹീസ് ദി ഡയറക്ടർ ഓഫ് ദിസ് മൂവി കോൾഡ് അന്വേഷിപ്പിൻ കണ്ടെത്തും. ഒരു ബൈബിളിക്കൽ വാക്കാണത്. അത് ഈ സിനിമയിൽ തുടക്കത്തിൽ എന്നെ കാണിക്കുന്നുണ്ട്. കാരണം ഈ തുടക്കത്തിലുള്ള അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഇവർ കാസ്റ്റിങ് പേരുകൾ കാണിക്കുന്ന വഴിക്ക് സിനിമയുടെ പേര് ആ സമയത്ത് കാണിക്കില്ല. പിന്നീട് ആനന്ദ് എന്ന് പറയുന്ന ടോവിനോ തോമസ് കളിക്കുന്ന ഈ ഒരു ക്യാരക്ടർ ലവ്ലി എന്ന് പറയുന്ന പെൺകുട്ടി മിസ്സിങ് ആകുമ്പോൾ ലവ്ലിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആളുടെ വീട്ടിൽ ഈ ബൈബിളിക്കൽ വേർഡ്സൊക്കെ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ ഒരു എന്തൊരു പേര് പറയുക അതിന്. സോ നമുക്ക് മൈൻഡിന് കൺഫ്യൂഷൻ തോന്നുന്നതാണ്. എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ ഒരു കൺഫ്യൂഷൻ തോന്നുന്ന സമയത്ത് നമ്മൾ ഇതിലൊരു വാചകം എടുത്ത് വായിക്കും റാൻഡംലി. സോ അത് എടുക്കുമ്പോഴാണ് ഈ ഒരു വാചകം കാണിക്കുന്നത്. ഏറ്റവും അവസാനത്തെ 3 സ്റ്റാൻസയിൽ മൂന്നാമത്തെ സ്റ്റാൻസ അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന് പറയുന്നതാണ്. എന്നാ കഥയാണ് വയസ്സ്. ഡെബ്യൂട്ട് ചെയ്ത ഡയറക്ടേഴ്സാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ കൊല്ലം അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് അദൃശ്യജാലകങ്ങൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ടോവിനോയുടെ അടുത്ത സിനിമ ഞാൻ കാണുന്നതാണ് ഈ ഒരു സിനിമ അന്വേഷിപ്പിന് കണ്ടെത്തും. ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലറൊന്നുമല്ല, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, 2 മിസ്റ്ററീസ് സോൾവ് ചെയ്യുന്ന ഒരു കഥയാണ് പറയുന്നത്. ആൻഡ് സിനിമയ്ക്കൊരു ഹാപ്പി എൻഡിങ് അല്ല. ആനന്ദിൻ്റെ കഴിവിനെ ഇപ്പോഴും എന്താ പറയുക, ആൾ ചുറ്റും എന്തൊരു ഗുളിക നടക്കുന്ന പോലെയാണ് അത് നിങ്ങൾ ഈ കഥ കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ലവ്ലിയുടെ കേസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും ശ്രീദേവി മർഡർ കേസ് ഹാൻഡിൽ ചെയ്യുമ്പോഴും അതിൻ്റെ എൻഡിങ് സംഭവിക്കുന്നത്. കക്ഷി എന്താ പറയുക, കുറ്റവാളിയുടെ അടുത്ത് എത്തുന്നുണ്ട്. പക്ഷേ കുറ്റവാളിയെ കോടതിന് മുന്നിൽ ഹാജരാക്കേണ്ട ആ ഒരു നിമിഷം വരുമ്പോൾ ഒരു ഗ്ലിച്ച്, എന്താ പറയുക, ഗുളിക വന്ന് മുന്നിൽ ചാടാതൊക്കെ പറയില്ല, അതേപോലെയാണ്. എനിവേ, ദ വേ ദ സ്റ്റോറി ഹാസ് ബീൻ ടോൾഡ്, ഇറ്റ്സ് സോ ഓഡിയൻസ് എൻഗേജിങ്. എന്ത് രസമാണെന്ന് നമ്മൾ ഇരുന്ന് കാണാനായിട്ട് ഒരു തരത്തിലും ബോറടിപ്പിക്കുന്നില്ല. ആൻഡ് ക്ലീശെ പോലെ നമുക്ക് പറയാവുന്ന സ്ഥിരം ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. ഒന്നാണ് ബാബുരാജ് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ചെറുവള്ളി എന്ന് തോന്നുന്ന ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് കക്ഷി അഭിനയിക്കുന്നുണ്ട്. സോ കക്ഷിയുടെ ആദ്യത്തെ ഇൻട്രോ നല്ല ബിൽഡപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നീട് അത് അങ്ങോട്ട് കാറ്റ് പോയി ബലൂണിൽ പോയി, അത് വേണ്ടായിരുന്നു മാത്രമാണ് എനിക്ക് തോന്നിപ്പോയത്. ആൻഡ് വേറെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് 1990-കളിലാണ്. 93 ആ ഒരു കാലഘട്ടത്തിലാണ്. സോ യു ക്യാൻ ഇമാജിൻ ദ സിനിമാട്ടോഗ്രഫി. അവിടെ നിന്ന ബസ്സുകൾ, ചായപ്പീടിയുടെ ആ ഷോപ്പുകൾ, റോഡ്, അങ്ങനെ ഉപയോഗിക്കുന്ന സോഡ, അങ്ങനെ ഒരു പല സാധനങ്ങൾ ആ കാലഘട്ടത്തെ രീതിയിലുള്ള ഹോട്ടൽസ്. സോ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയ ഒരു AK-47 ഇങ്ങനെ കിരീശ്വരി അടിക്കുന്ന പോലെ ഒരു ഫീലിംഗ്. എന്ത് രസമാണത്. ആൻഡ് ഈ കഥ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലാണ്, വലിയ ടൗൺഷിപ്പോ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റീസോ ആ ഇതിലല്ല. സോ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു ആ ഒരു യൂണിവേഴ്സ്, ആ ഒരു ടൈം വീണ്ടും തിരിച്ച് കാണാൻ കിട്ടിയത്. ടോക്കിംഗ് അബൌട്ട് ദ മൂവി, കഥ ഇസ് വൺ ഓഫ് എ കൈൻഡ്. കൂടുതൽ പറഞ്ഞത് സ്പോയിലേഴ്സ് ആവും. വാട്ട് ഹാപ്പൻസ് ടു ലവ്ലി, വാട്ട് ഹാപ്പൻസ് ടു ശ്രീദേവിയുടെ കേസ് എങ്ങനെയാണ് സോൾവ് ആക്കുന്നത്, ക്രൈം ബ്രാഞ്ചും മറ്റേ ആരൊക്കെയോ വന്ന് അന്വേഷിച്ചിട്ടും സോൾവ് ചെയ്യാത്തൊരു കേസ് ആനന്ദ് വന്ന് പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യുന്ന രീതി. ആൻഡ് ഇന്ദ്രൻസിൻ്റെ റോള് വാസ് ഓൾസോ ലൈക്ക് ഫൈൻ. ആക്ഷൻ ബസാർ, ആക്ഷൻ ഹീറോ, അങ്ങനത്തെ ഒരു പേരൊരു സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഇന്ദ്രൻസിന് ഒരു പോലീസ് വേഷ റോൾ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കാം വേർഷനാണ് കക്ഷി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ഒരു റിട്ടയേർഡ് ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവായിട്ട് ഇങ്ങനെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ടോവിനോ ആനന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു സീൻ. ടോട്ടലി നൈസ്, എല്ലാവരും ടോട്ടലി നൈസ്. ആൻഡ് തുടക്കത്തിൽ ലവ്ലിയുടെ കേസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതിലൊരു ഇൻട്രോ സീനുണ്ട്. നടൻ്റെ പേര് ഞാൻ പെട്ടെന്നുണ്ടോ തുമ്പത്തുണ്ടോ എന്ന് പറഞ്ഞു. ലവ്ലിയുടെ കേസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, ലവ്ലിയുടെ കേസ് എന്താ പറയുക, ആനന്ദ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ എല്ലാ സംശയങ്ങളും വിരൽ ചൂണ്ടുന്നത് ആ ഒരു ആശ്രമം നടത്തുന്ന ഒരു ഫാദറുണ്ട് നേർക്കാണ്. ആനന്ദിനാണെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറ്റും, അവൻ തന്നെയാണ് കുറ്റവാളി എന്ന രീതിയിൽ മുന്നോട്ട് പോകും. സോ ഫാദർ ആരാണെന്ന് ഇൻട്രോ ചെയ്തിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു
ഇടിവെട്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്ന ഒരു നേരത്ത് ഒരു കള്ളൻ ആശ്രമത്തിൽ കയറുന്നു. ആ സമയത്ത് ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങിയിരുന്ന ഫാദർ, മുഖം ഇതുവരെ കാണിച്ചിട്ടില്ല, ഒരു ഇട്ടവിട്ട വെളിച്ചത്തിൽ ആരാ അത് പറഞ്ഞ് ഞെട്ടി എണീക്കും, ഫേസ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഇവൻ തന്നെയാണ് ലൗലിനെ പീഡിപ്പിച്ച് പോകുന്നത് എന്ന് എന്താ പറയുക, അപ്പം തന്നെ ഫിക്സ് ചെയ്യും. കാരണം ആ ഒരു നടൻ്റെ ലുക്ക് അങ്ങനെയാണ്. പണ്ടത്തെ സിനിമകളിലെ കക്ഷിക്ക് ഉണ്ടായത് ആ വില്ലനസ് എഫക്റ്റ് കാരണം ഞാൻ വിചാരിച്ച കക്ഷി തന്നെയാണ് വില്ലൻ. സോ വില്ലൻ അവൻ തന്നെയാണോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പടം കാണാം ഗൈസ്. മിസ്സാക്കരുത്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഈസ് എ മസ്റ്റ്. കാരണം നല്ല ഓഡിയൻസ് എൻഗേജിങ് ആണ്. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ടോവിനോ ഇങ്ങനെ കേസ് ഇങ്ങനെ സോൾവ് ആക്കുന്ന നിമിഷം ഒരു ടക്കെന്ന് പറഞ്ഞൊരു നല്ല മ്യൂസിക് ഉണ്ട്. സോ റൊമാൻസിന് അത്ര വലിയ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. ഇറ്റ്സ് ടോട്ടലി ലൈക്ക് കണ്ണൂർ സ്ക്വാഡ് അല്ലെങ്കിൽ ആക്ഷൻ ഹീറോ ബിജു ആ ഒരു ക്ലാസിഫിക്കേഷന് ഇടാൻ പറ്റിയ നല്ല ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലിങ് പടം. ഇത് രസമാണ് കണ്ടിരിക്കാനായിട്ട്. 2.25 മണിക്കൂർ എന്തോ ദൈർഘ്യമുണ്ട്. ആൻഡ് ഒരു എൻ ക്രെഡിറ്റ് സീൻസ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നത്തിങ് ഹാപ്പൻഡ് ടു ദി ടീം. ആ ഒരു പിക്ചറിൽ കാണിക്കുന്ന 4 അംഗ സംഘം ഉണ്ടല്ലോ, അവർ കേസ് സോൾവ് ആക്കിയിട്ട് പോലും ദേ വെന്റ് ബാക്ക് ടു സീറോ. ഒരു പോലീസ് റിസർവ് ക്യാമ്പിൽ അവസാനം ഇങ്ങനെ തോക്കൊക്കെ തുടക്കി എക്സസൈസൊക്കെ ചെയ്ത് ജീവിച്ച് പോകുന്നുണ്ട്. മുത്ത് പടമാണ് ഗൈസ്. ആൻഡ് ഐ എം വെരി ഹാപ്പി ടു സേ ഡെബ്യൂ ഡയറക്ടേഴ്സ് ആർ ഡൂയിങ് വേ മച്ച് ബെറ്റർ ദാൻ എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സ്. ഇത് രസമാണ് ദേ ഹാവ് ഡയറക്ടഡ് ദ മൂവി. സോ ഗൈസ്, കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, കൂടുതൽ പറഞ്ഞ് സ്പോയിലേഴ്സ് ആക്കുന്നില്ല. ഹെഡ് ടു യുവർ നിയറസ്റ്റ് തിയേറ്റേഴ്സ്. മിസ്സാക്കരുത്. കാരണം ബ്രഹ്മയുഗം ഇസ് കമ്മിങ് ഓൺ 15th. തുടക്കത്തിൽ ഹൈപ്പ് ആ പടത്തിനും ഉണ്ടാവും. സോ ആ ഒരു ലൈം ലൈറ്റിൽ ചിലപ്പോൾ ഇതും കൂടി അങ്ങോട്ട് മങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ്, സ്പോയിലേഴ്സൊക്കെ ആവുന്ന മുൻപ് തന്നെ ഈ പടം കണ്ട് രസിക്കാം ഗൈസ്. Catch you guys in the next movie and stay safe.